ഭാഗ്യം വന്ന വഴികൾ എങ്ങനെയൊക്കെ അല്ലേ? ഒരു ബാറ്റ് കാരണം സിനിമയിലെത്തുക, ഒരു ചാറ്റ് കാരണം കുടുംബത്തിൽ ഈ പെരിങ്ങണ്ടൂർ സിറ്റിയിൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് ഡേറ്റിന് പോയിട്ടുണ്ട്? പണ്ട് ഞങ്ങൾ ഒരിക്കൽ ഈ വഴി കൂടെ ബൈക്ക് കൊണ്ടിരുമ്പോഴാണ് ആദ്യം പരിചയമുള്ള ഒരു പശു പാസ് ചെയ്ത് പോയി. പിന്നെ പരിചയമുള്ള അതിന്റെ ഓണർ എന്റെ അച്ഛൻ. പിറ്റത്തെ ദിവസം വീട്ടില് മറ്റേ വൻ ചർച്ച. അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടിയല്ലോ. മേലെ നിവിൻ പോളി ശ്രീനിവാസിന്റെ എന്റെ കാല പിടിച്ച പോലെയായിരുന്നു ചേച്ചി കാല പിടിച്ചത്. അച്ഛൻ കരഞ്ഞിട്ട് എന്റെ കാല പിടിച്ചത്. എന്റെ മോളുടെ ജീവിതം എന്തായാലും പോയി. കള്ളൂടി നിർത്തി താരത്തിച്ച് ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ കിട്ടുന്ന ഹാപ്പിനെസ് വേറൊരാളെ ലൈഫിൽ വന്നപ്പോ കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് കൊണ്ടാണ്. ഡ്രസ് ഒന്നും ഇല്ല, വയറിനടക്ക് ഡ്രസ് ഒന്നും എടുക്കാം. ചേച്ചി മറ്റേ വീഡിയോ അത് ഞാൻ ജീവിതത്തിൽ പറഞ്ഞില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ സബ് ജയിലിൽ ഒരു പ്രതിനെ റിമാൻഡ് ചെയ്യാൻ പോയി. അയാള് അവിടെ നിന്ന് സെല്ലിന്റെ അറ്റത്ത് പോയി നിൽക്കുന്ന അറ്റത്ത് നിന്നിട്ട് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ തിരിച്ച് പുറത്തേക്ക് ഓടി ഇവരൊക്കെ പിന്നാലെ വന്നു. അടുത്ത് തന്നെ സാറിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്, ഞാൻ ഫോട്ടോ ഞാൻ പോയിട്ട് ഇടി മേടിച്ചിട്ട് പോയി. ചെക്കിങ്ങിന് വെക്കുമ്പോ ഹെൽമെറ്റ് വെക്കാണ്ട് പിടിക്കും. സാറെ വീഡിയോ കാണാറുണ്ട്, വീഡിയോ കണ്ട ഹെൽമെറ്റ് പോയി ഞാൻ അടുത്ത് പോയിട്ടുണ്ട്. ചേട്ടാ ഇതിൽ ലിങ്കം വെച്ചിട്ടില്ലേ? നടുവിലൊക്കെ എങ്ങനെ ഇത് സാറ് പറഞ്ഞ കോളം വരെ ഇത് എത്തണില്ല. എന്നെ ബിബിൻ ജോർജ് ആ വീഡിയോ വന്നിട്ട് കണ്ടത് ആളത് കണ്ടിട്ട് കൊറേ പേജുകളിൽ പോയി, വേറെ കുറെ പേജുകളിൽ വേറെ കുറെ പേജ് തമിഴ്നാട്ടിൽ പോയി. അപ്പൊ